ബനാന സപ്പോർട്ട നല്ല കായ്ഫലമുള്ള നല്ല മധുരമുള്ള ഒരു ഫലമാണ്. ആവശ്യം പോലെ നമുക്ക് ഇത് ഡ്രമ്മിലൊക്കെ ഇപ്പം ഡ്രമ്മിലാണ് നിൽക്കുന്നത്. അപ്പം ആവശ്യം പോലെ കായിട്ട് നിൽക്കും. നല്ല മധുരം, തൊലിക്ക് ഭയങ്കര കട്ടി കുറവായിരിക്കും. കട്ടി കുറവാണ്, നല്ല മധുരം ഉണ്ടാവും. ഞെങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെടികൾ ധാരാളമായിട്ട് ഇവിടെയുണ്ട്. തായ്വാൻ പിങ്ക് ചട്ടിയാണ് ഇവിടെ ഉണ്ട്. ഇത് വലുതാണിത്, ചെറുതുമെല്ലാം നല്ല പൂട്ട് നിൽക്കുകയാണ് ഇവിടെ. ഇത് മൊത്തം നല്ല പൂട്ട് കായുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ല രസമല്ലേ കായ്ച്ചെടുക്കണത്. അടിയിൽ മുട്ടിക്കെടുക്കണത്. ഇതിന്റെ വലിയൊരു ക്വാണ്ടിറ്റി, ഏകദേശം ഒരു 10,000 പീസ് ചെടികൾ ഉണ്ട് കേട്ടോ ഇവിടെ, ഹോൾസെയിൽ റീറ്റെയിലൊക്കെ ആയിട്ട്. ജാർവിറഡ് കായ്ച്ചെടുക്കണമെങ്കിൽ ഇതെന്നാ? അതെ, 350 രൂപയാണ് ജാർവിറഡിന്റെ. ഇത്ര ഉള്ള തൈ. അതെ അതെ, ബ്ലാക്ക് ഡയമണ്ട് പേരാണ്. ഇതിന്റെ ഒരു ഇതൊക്കെ പൂത്ത വലിയ തൈകൾ, ഇങ്ങനത്തെ വലിയ തൈകളുണ്ട്, ഇതിന്റെ ചെറിയ തൈകളുണ്ട്. പഴവായി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല ചുമന്ന നല്ല അതെ അതെ. ഇതെല്ലാം ലോങ്കന്റെ വിവിധ വെറൈറ്റികളാണ്. പലതുമേ കായായി. അതെ അതെ, കായായിട്ടുണ്ട്. കട്ട്നറ്റാണ് ഇത്. നമുക്ക് ഡ്രൈ ആക്കി വറുത്ത് കഴിക്കാൻ പറ്റും. നമ്മുടെ ബദാം പരിപ്പിന്റെ ഒരു ടേസ്റ്റാണ്. ബദാം പരിപ്പിന്റെ അതേ രീതി പൊട്ടിച്ച് കഴിയുമ്പോൾ ബദാം പരിപ്പിന്റെ അതേപോലുള്ള പരിപ്പാണ്. ഇത് അലങ്കാരത്തിന് വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതെങ്കിലും ഇങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ട ഒരു വളരെ മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടിയുണ്ട്. ഓ ശരി ശരി. ഇതിന്റെ പൂവിനാണ് ഭംഗി അല്ലേ? അതെ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലാം പൂട്ടേ വേണ്ട, ഇതെല്ലാം തൊട്ടപ്പുറത്തെല്ലാം പൂട്ട് നിൽക്കുകയാണ്. ഇതുണ്ട്. പിന്നെ ഇതിന്റെ ചെറിയ തൈകളുണ്ട്. ചെറിയ തൈകളും ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. എത്ര വില വരുന്നുണ്ട്? ഇത് നമുക്ക് 2500 രൂപ വിലയുള്ള ചെടികളാണ്. ഓ ശരി ശരി. വിയറ്റ്നാം മുസംബിയാണ്. മുസംബിയുടെ ഒക്കെ നല്ല കടവണ്ണമുള്ള കായ്ച്ചത്. നല്ല കടവണ്ണമുള്ള ചെടികളാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഞാനേ പുതിയൊരു നഴ്സറി പരിചയപ്പെടുത്തരാം. കരുനാഗപ്പള്ളി മാലുമേൽ എന്ന് പറയുന്ന സ്ഥലത്താണത് ഈ നഴ്സറി. അതുകൊണ്ട് അതൊരു വലിയ ഹോൾസെയിൽ നഴ്സറിയാണ്. ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കേട്ടോ മെയിൻ. മറ്റേ പൂച്ചെടികൾ കാര്യങ്ങളൊന്നുമില്ല. ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു ഗംഭീര നഴ്സറിയാണ്. ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. കൂടാതെ ഇഷ്ടം പോലെ മാവിൻ്റെ മാവ് വെറൈറ്റി, റംബുട്ടാൻ, സപ്പോർട്ട അവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സ് പ്ലാന്റ് വളരെ അപൂർവമാണ്. അതും ഭയങ്കര ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ അവർക്ക് അപ്പുറത്തെ സൈഡിൽ വേറൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. നീള ഓർക്കാഡ്സ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. നമസ്കാരം ഷിബു. നമസ്കാരം. ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് നമുക്ക് 2 ഏക്കർ സ്ഥലത്തോളം ഉണ്ട് ഈ ഫ്ലോട്ട്. അതല്ലേ? NIT റംബൂട്ടാനാണ്. നമുക്ക് ധാരാളം NIT റംബൂട്ടാൻ്റെ വെറൈറ്റി, ഒരുപാട് തൈകൾ പല തട്ടിലുള്ള പല വലിപ്പത്തിലുള്ള ഉണ്ട്. ഏതാണ്ട് 10,000-ലധികം. ഇത് ഹോൾസെയിൽ ഉണ്ടല്ലോ അല്ലേ? ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഇവരെ ഗാർഡന്റെ പേര് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്. ഇത് നിള ഓർക്കാഡ്സ്. കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും കിഴക്ക് മാലുമേൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടാണ്. ഇത് മറ്റേ ഇതല്ലേ? തായ്പിങ്. ഇത് മറ്റേ ആ വലുത്. ഇതിന് സപ്പോർട്ടർ റെഡി. 300 രൂപ വിലയുള്ള 300 രൂപ തൊട്ടുണ്ട്. ഓ ഇതല്ലേ സപ്പോർട്ട്? ഇതല്ലേ? ഇത് സപ്പോർട്ട്. നമ്മൾ അവിടെ കണ്ട സപ്പോർട്ടയുടെ. ഇത് നമ്മളൊരു 200 രൂപയാണ് റീറ്റെയിൽ. ഹോൾസെയിൽ നമുക്ക് കുറച്ചും കൂടെ റേറ്റ്. ഇതാണ് 350 രൂപ. ശരി ശരി. ഇതല്ലാതെ ബനാന സപ്പോർട്ടാണ്? അതെ അതെ, ബനാന സപ്പോർട്ടാണ്. ഇത് പലതേ മുട്ടായില്ലേ ഇവിടെയൊക്കെ? പെട്ടെന്ന് ഇതാവൂലേ? കായ്ക്കും? അത് പെട്ടെന്ന് കായ്ക്കും. ആവശ്യം പോലെ കായ്ഫലമുള്ള ഒരു ഇനമാണ്. ഇതെന്തത്? ഇത് നമ്മുടെ വിയറ്റ്നാം മുസംബിയാണ്. വിയറ്റ്നാം മുസംബിയുടെ നല്ലൊരു ശേഖരം ഇവിടെ ഉണ്ട്. ഇതും അത്യാവശ്യം നല്ല കരുത്തുള്ളതാണ്, വലിയ ചെടികളാട്ടോ. അത് വിയറ്റ്നാം മുസംബി, ഇത് ഇന്ത്യൻ മുസംബി. ഇത് രണ്ടും നമ്മുടെ നാട്ടില് കായ്ക്കുന്ന സാധനമാണ്. നല്ല നീരാണ്. നല്ല നീരാണ്. ഇത് ഹോൾസെയിൽ ഉണ്ട്? ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. പിന്നെ ഇത് അമ്പഴം. ഇത് അമ്പഴമാണ്. സീറ്റമ്പഴം മിക്കവാറും എല്ലാം ആൾക്കാർ കണ്ടമാനം മേടിക്കുന്നുണ്ട്. മിക്കവാറും ഉള്ള എല്ലാം പൂവിട്ടതാണ്. മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. മിറാക്കിൾ ഫ്രൂട്ടാണ്. ബ്ലാക്ക് ഡയമണ്ട് പേരാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല ചുവപ്പാണ്. നല്ല അതെ അതെ. ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം കായ്ച്ചാലോ? അതെ അതെ. ഇതിന്റെ തൈകളത് ഇതെന്ത് വില ഉണ്ട്? തൈ ഇത് 500 രൂപ. ഇത് അർക്കാക്കിരനാണ്. ഇതും നല്ല സ്വീറ്റുള്ള നന്നായിട്ട് കായ്ക്കുന്ന പേരൊക്കെ ഉണ്ട് അർക്കാക്കി. അതെ അതെ. ഒരു ഇത്തിരി കട്ടിയുണ്ട് ഈ പേരക്കൊക്കെ. പേരക്ക നല്ല കട്ടിയാണ്. ഇതൊക്കെ തന്നെ? ഇതല്ലാതെ തന്നെയാണ്. ഇതും ബൾക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ മിക്കവാറും ഉള്ളത് വളരെ ചുരുങ്ങിയ ഇനം മാത്രമേ ഉള്ളൂ നമുക്ക് ഹോൾസെയിൽ കൊടുക്കാൻ പറ്റാത്തത്. ബാക്കി എല്ലാ ഐറ്റവും നമുക്ക് ഹോൾസെയിൽ കൊടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. തായ് 7 അല്ലേ? തായ് 7 പുതിയ പേര? ഓ ശരി ശരി. 200 രൂപ അല്ലേ? ഇതും കായായി തുടങ്ങി. ഇത് VNR അല്ലേ? ഇത് VNR. ഓക്കെ ഓക്കെ ഓക്കെ. വിയറ്റ്നാം മുസംബി ഉണ്ട്, വിയറ്റ്നാം മുസംബി, ഇന്ത്യൻ മുസംബി.
ബ്ലാക്ക് കസ്തൂരി മാവാണ്. ഇത് സത്യത്തിൽ കുറച്ച് പാടാണ് കഴിക്കാൻ അല്ലേ? ഇത് നല്ല ഓർണമെന്റലായിട്ടൊക്കെ ഓർണമെന്റലായിട്ടുണ്ട്. പിന്നെ കായ്ഫലം ഇല്ലാന്നാണ്, പക്ഷെ നമുക്കും ഇത് പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുണ്ട്, ഇത് മൊത്തം മാവിൻ്റെ വലിയ സെക്ഷനാട്ടത്. ഇതിൽ ഏതൊക്കെ ഉണ്ട്? ഇവിടെ കോട്ടൂർ കോണമുണ്ട്, മിയാസാക്കി ഉണ്ട്. ഇതൊക്കെ ഹോൾസെയിലിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഉണ്ട്. മിയാസാക്കി ഉണ്ട്, ഹോൾസെയിൽ ഇതുണ്ടല്ലോ മറ്റേ നാംഡോക്കിമായ ഉണ്ട്. നാംഡോക്കിമായി ഗ്രീൻ. ഇത് കാട്ടിമൂണോ? ഇത് കാട്ടിമൂൺ മാംഗോ. കാർട്ട് ജാതി ഉണ്ട്. പിന്നീട് നമ്മുടെ പുലാസനാണ്. പുലാസാന്റെ നല്ല നല്ല കരുത്തുള്ള തൈ അല്ലേ? നല്ല ബഡാണല്ലേ? അതെ അതെ. 450 രൂപ മുതൽ മേലിലോട്ടുണ്ടല്ലേ? റംബൂട്ടാനേക്കായി മധുരമുള്ള 3 വർഷം കൊണ്ട് കായ്ക്കും. റംബൂട്ടാനേക്കായി നല്ല മധുരമുള്ള ഫലമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് മാംഗോസ്റ്റിനാണ്. നമുക്ക് മാംഗോസ്റ്റിനാണ് 150 രൂപ മുതൽ. സീഡ് തൈ അല്ലേ? അതെ, സീഡ് തൈയാണ്. അപ്പോൾ ഇതിനകത്തൊരു 5 തട്ടുള്ള ചെടിയുണ്ട്, അതൊരു 800 രൂപയുണ്ട്. 6 തട്ടുള്ളതിനൊരു 900. പിന്നെ നമുക്കൊരു 5.5 വർഷമായ ചെടികളൊക്കെ ഉണ്ട്. 8 വർഷമൊക്കെ ഉണ്ടത് കായ്ക്കും. 5.5 വർഷമായ ചെടിക്ക് 2500 രൂപ വിലയാണ്. 150 രൂപയുടെ ചെറിയ ചെടിയുണ്ട്. ഇത് 150 രൂപ. അതെ അതെ. ഇതൊക്കെ പുലാസാന നല്ലൊരു നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പുലാസാന ഇവിടെ പുലാസൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതൊക്കെ പുലാസാന കേട്ടോ. ഇത് നഴ്സറിക്കാർ ഉദ്ദേശിച്ചൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഒരു അറേഞ്ച് ചെയ്ത് വെച്ചേക്കണാണ്. പിന്നെ ആ കാണുന്നത് മുഴുവൻ റംബൂട്ടാൻ. ചെറിയ തൈയുണ്ട്, വലിയ തൈ ഈ പറയുന്ന നമ്മൾ അവിടെ അടുത്ത കായ്ക്കുന്ന തൈകൾ 1500 ഉണ്ട്, 1500 ഉണ്ട്, 800-ൻ്റെ 600 രൂപ ഉണ്ട്. പിന്നെ 1200. പിന്നെ പല വിലയുണ്ട്. ഇതൊക്കെ ചെറിയ തൈ കേട്ടോ. ഇതൊക്കെ നഴ്സറിക്കാർക്ക് പറ്റിയ തൈകളാണത്. അവിടെ നമ്മൾ നേരത്തെ കണ്ട സപ്പോർട്ടയുടെ ഒരു ബനാന സപ്പോർട്ടയുടെ ഒരു കളക്ഷനാണ്. 400 രൂപ റേറ്റിലുള്ള ചെടികളാണ്. ഇത് നമ്മുടെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവുകളാണ്. അതായത് ഒന്നും കൂടെ വളരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതും ഹോൾസെയിൽ ഉണ്ട് കേട്ടോ. ഫുള്ള് ഹോൾസെയിൽ ആവശ്യം. ഡെലിവറി സൗകര്യം ഉണ്ട് ഇവർക്ക് എത്തിച്ചൊരു സാധനം. പർപ്പിൾ മട്ടോവ സീഡാണ്, പെട്ടെന്ന് കായ്ക്കും. അതെ. ഇത് പുലാസൻ, നല്ല വലിപ്പമുള്ള തൈകളാ. നമ്മുടെ മാംഗോസ്റ്റിൻ്റെ ഒരു 5.5 കൊല്ലമായ ചെടികളാണ്. നമുക്കിത് 2500 രൂപയ്ക്കാണ്. സാധാരണ മാംഗോസ്റ്റിനൊക്കെ ഒരു 8 കൊല്ലം കൊണ്ട് കായ്ച്ചു തുടങ്ങുന്നതാണ്. ഏതാണ്ട് 200 വർഷത്തോളം ആയുസ്സുള്ള ചെടിയാണ്. പഴങ്ങളുടെ റാണി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ഫുൾ അബിയു. ഇത് അബിയുവിൻ്റെ ഒരു നല്ല കളക്ഷൻ നമുക്കുണ്ട്. ഏതാണ്ട് 1200 രൂപ വില വരുന്ന ചെടി വരെ ഉണ്ട് നമുക്ക്. ശരി. അതിൻ്റെ 100 രൂപ 150 രൂപയുടെ ചെടികൾ താഴത്തുള്ള ചെടികൾ കാണാം. അപ്പോൾ അതുകൊണ്ട് അബിയു കരിക്ക് ഇത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് കരിക്ക് എങ്ങനെയാണോ നമ്മൾ പൂളി തിന്നുന്ന അതേ രീതിയിൽ നമുക്ക് പൂളി തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ചെറിയ തൈകളവിടെ ഇവിടെ ഇരിക്കുന്നായിരുന്നല്ലോ. ചെറിയ തൈകൾ അവിടെ. ഇതെങ്ങനെ വില? അത് വില വരുന്നത് ഇത് ഈ ചെറിയ ചെടികൾക്ക് നമുക്കൊരു 100, 200 ഇങ്ങനെയൊക്കെയുള്ള റേഞ്ച് തൊട്ട് 100 തൊട്ട് 1200 രൂപ വരെയുള്ള ചെടികളുണ്ട്. റംബൂട്ടാൻ. അതെ. അതായത് ചാമ്പയുടെ ഒരു വലിയ ശേഖരമാണ്. അപ്പോൾ ഈ ഉമർ ചാമ്പ എന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ട്. പിന്നെ അതുപോലെ ബാലിയുണ്ട്, ഡൽഹരിയുണ്ട്. അതിൻ്റെയൊക്കെ വലിയ ഓൾറെഡി കായ്ച്ച തൈകളാണ് കേട്ടത്. ഇത് 300 രൂപ മുതലുള്ള ചെടികളുണ്ട്. ഈ കാണുന്നതൊക്കെ നമുക്കൊരു 600 രൂപ റേഞ്ച് നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷം തന്നെ അത് കായ്ക്കും. ഇപ്പം ഒരു 6 മാസത്തിനുള്ളിൽ കായ്ക്കുന്ന ചെടികളാണ് ഇതെല്ലാം. വലിയൊരു ശേഖരമുണ്ട്. ഇതും ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഉണ്ട്. വേറൊരു സംഭവം ഒരു ലോങ് അല്ലേ? അതെ. ലോങ്കണാണ് നമ്മളിപ്പം 4 സീസൺ ലോങ്കണ്. പിന്നെ നമുക്ക് ഒരു 10 വെറൈറ്റിയിലുള്ള ലോങ്കണുകളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോങ്കണിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളൊരു നഴ്സറിയാണ്. പിന്നെ ഡൽഹരി ലോങ്കനുണ്ട്, ഡബിൾ ലോങ്കനുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂബി ഉണ്ട്, പിങ് പോങ് ലോങ്കനുണ്ട്. ഇതെല്ലാം ഹോൾസെയിലുണ്ട്. ഹോൾസെയിൽ, റീറ്റെയിൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെലിവറി 4 ജില്ലകളിലുണ്ട്: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. പിന്നെ നമ്മുടെ ഇവിടേക്ക് എത്തിച്ചേരാൻ കരുനാഗപ്പള്ളി ടൗണിൽ നിന്നൊരു 6 കിലോമീറ്റർ കിഴക്ക് മാലുമേൽ ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത്. റംബൂട്ടാൻ്റെ വലിയ ചെടികളാണ് അങ്ങോട്ട്. ഇനി ബാക്കിൽ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഇതാ ഈ ലോങ്ങൻ. ഇത് പിങ് പോങ് ലോങ്ങാണ്. പിങ് പോങ് ലോങ്ങാണ്. ഇത് കായ്ച്ച ഒരുപാട് ചെടികളുണ്ട്. ഇപ്പം കായ്ച്ച ചെടികൾ നോക്കി ആൾക്കാരെ കൊണ്ടുപോകും, എടുത്തുകൊണ്ട് പോകില്ല ആദ്യം. ഇതൊക്കെ ഏകദേശം ഒരു ചെറിയ റേറ്റ് മുതൽ മുകളിലോട്ടുണ്ട്. ഇതൊക്കെ ലോങ്ങൻ കേട്ടോ. ഇതൊക്കെ ലോങ്. അതെ, ഓൾറെഡി കായ്ച്ചാണ്. കവറിലാണ് ഈ ചെടിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ കട്ട്നട്ട് കായ്ച്ചെന്ന് തോന്നുന്നു അല്ലേ? കട്ട്നറ്റിന്റെ ചെറുതും വലുതും കായ്ച്ചതും നല്ല. ഇത് റൂബി റെഡ് കേട്ടോ. ലോങ്
റൂബി റെഡ് റോങ്കൻ. ഇത് ജബോട്ടിക്കാബട വലിയൊരു സെക്ഷൻ കേട്ടോ. അതെ, ഇത് ഫുള്ള് ജബോട്ടിക്കാബ. റെഡ് ഹൈബ്രിഡ് സ്കാർലറ്റ് ആണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് 10,000 രൂപയുടെ നമ്മൾ എല്ലാ വർഷവും കായ്ച്ചുകൊണ്ടിരിക്കുന്ന ചെടികൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലുണ്ട് അല്ലേ. ഫുള്ള് മാവിൻ്റെ മാവുകളാണ്. ഒരു സെക്ഷനാണ്. മാവ് കൂടുതലും ഇനി അപ്പുറത്തെ ഗാർഡനിലുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടം പോലെ. പിന്നെ ഇത് ഫുള്ള് ലോങ്ങൻ. ഇനി ആ ഒരു സൈഡിലുണ്ടല്ലോ നമുക്ക്. അതെ, ആ സൈഡിലുണ്ട് ലോങ്ങൻ്റെ. എനിക്ക് തോന്നുന്നു ഒരു 10,000-20,000 പീസ് ഉണ്ടെന്ന് ഉണ്ട്. തോന്നുന്നു തൈകൾ. ലോങ്ങൻ്റെ 20,000-20,000-ഓളം പീസ് ഉണ്ട്. ഇത് J33 വലിയ പ്ലാവ്. വലിയ ചക്ക ഓൾറെഡി അടുത്ത കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കൂല്ലേ? അതെ അതെ. 450 രൂപ റേഞ്ചിലുള്ള പ്ലാവാണിത്. ഓക്കെ ഓക്കെ. ഇത് പേരത് നല്ല പൂട്ടുണ്ടല്ലോ. നമ്മുടെ പൂട്ട് മാത്രമല്ല കായുണ്ടല്ലോ. ആ വൈറ്റ് ഡയമണ്ട് ഉണ്ടല്ലോ. നമ്മുടെ വൈറ്റ് ഡയമണ്ടിൻ്റെ അതും കായ്ച്ചാ. അവിടെ എല്ലാം കാഴ്ച നിൽക്കുകയാണ് മിക്കവാറും ഉള്ള എല്ലാം. ഇത് ഫുള്ള് ഈ റോ ഫുള്ള് ജബോട്ടിക്കാബട. ഇതും ഈ വലിയ ചെടികളൊക്കെ ഹോൾസെയിൽ ആയിട്ടുണ്ടല്ലോ. അതെ അതെ, ഹോൾസെയിൽ ആയിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് ലോങ്ങൻ. ഇനി ഇവിടെ ഒരു മാവിൻ്റെ ഇത് കാലാപ്പാടി അല്ലേ? ഇതൊരു 2.5 അടി. കാലാപ്പാടി 450 രൂപ. അതുപോലെ തന്നെ നമ്മുടെ കോട്ടൂർ കോണമുണ്ട്. ഇത് കൽക്കട്ട പാട്ടിലമണാണ്. കൽക്കട്ട പാട്ടിലമാണ്. അപ്പം മിക്കവാറും എല്ലാ ചെടികളും നാണ്ട കാഴ്ചയാണ്. ഓ, 400 രൂപ. 400 രൂപ റേഞ്ചിലാണ് നമ്മുടെ ഈ ലെമൺ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചെറുതുണ്ട്. ചെറുതുണ്ട്. അതൊക്കെ ചെറിയത് ടൈപ്പാണ്. അത് നമ്മളൊരു 250 രൂപ റേഞ്ചിൽ ചെറിയ ചെടി നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് കോട്ടൂർ കോണം ഉണ്ടല്ലേ? കോട്ടൂർ കോണം, ഇപ്പുറത്ത് കോട്ടൂർ കോണവും ഇത് കാലാപ്പാടി. ഓക്കെ. ഇനി അവിടെ ഒരു മുസമ്പി കാണിച്ചത്. ഇത് ഇന്ത്യൻ മുസമ്പിയാണെന്നോ അല്ലേ? അതെ, ഇന്ത്യൻ മുസമ്പിയാണ്. അതെ, ഇവിടെ വന്നതിന് ശേഷം കാഴ്ച കായുണ്ടത്. ഇതിൻ്റെ തൈകളുണ്ട്. ഇത് നമ്മൾ 1,500 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ചെറിയ ചെടികളുണ്ട്. ഏത് ഇതില്ലേ? ഇത് നമുക്ക് 1,500 രൂപ റേഞ്ചിൽ കൊടുക്കാം. റീറ്റെയിലാണ് പറഞ്ഞത്. എൻ്റെ ഹോൾസെയിൽ റീറ്റെയിലാണ്. പിന്നെ ഇതൊരു പ്രത്യേക വെറൈറ്റി ആണ് കേട്ടോ. അവോക്കാഡോ റസൽ അല്ലേ? അതെ, റസൽ. നല്ല കുറച്ച് നീളത്തിലുള്ള കായാണ്. ട്രോപ്പിക്കലാകുമ്പോൾ ഇതെല്ലാ കാലാവസ്ഥയിലും നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കും. ഇത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് ബഡാണല്ലേ? ഇത് ബഡ് മറ്റൊരു വെറൈറ്റി ഉള്ള അവോക്കാഡോ ആണ്. പുള്ളോക്ക് ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു റൗണ്ട് കായാണ്. ഇതിപ്പോൾ ഹോൾസെയിൽ കൊടുക്കാനില്ല. ഹോൾസെയിൽ കൊടുക്കാനില്ല. നമുക്ക് ഈ കാണുന്ന പീസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് തയ്യാറാക്കി വരുന്നുണ്ട്. ഇതെന്താ പ്രത്യേകം വെച്ചാൽ നല്ല റൗണ്ട് കായാണ്. പിന്നെ നമുക്ക് ഇതും എല്ലാ കാലാവസ്ഥയിലും ട്രോപ്പിക്കലായതുകൊണ്ട് എല്ലാ കാലാവസ്ഥയും നമുക്ക് കിട്ടും. പിന്നെ ഇത് മാവ് പറങ്കി മാവ് കിടക്കുന്നല്ലോ. ഇതേത്? ഇതൊക്കെ കോട്ടൂർക്കോണം മാവാണ്. നല്ല കരുത്തുള്ള ചെടിയല്ല കേട്ടോ. അറ്റം വരെയുണ്ട്. കോട്ടൂർക്കോണം ഉണ്ട്, കാലാപ്പാടി ഉണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ ഈ കോട്ടൂർ കോണത്തിൻ്റെയും കാലാപ്പാടിയുടെയും ചെറിയ ഇനമാണ്. അപ്പോൾ അത് നമ്മളൊരു 200 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓൾ സീസൺ മാങ്ങ അതിൻ്റെയും നമുക്കൊരു നല്ലൊരു ശേഖരം ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്കൊരു 150 രൂപയ്ക്ക് ഈ വെറൈറ്റി. ഓൾ സീസൺ. ഇത് വിയറ്റ്നാം സൂപ്പർ എല്ലി. അതെ, കുറച്ച് വലിപ്പമുള്ളതും പിന്നെ അതിൻ്റെ ചെറുതും പിന്നെ ഇതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ. അതിൻ്റെ ചെറുത് നമ്മൾ 60 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് വലിയ ആണ്. 60, 100, 200, 300 ഇങ്ങനെ മേലോട്ടുള്ള പല റേഞ്ചും ഉണ്ട്. അതെ, ജബോട്ടിക്കാട ചെറിയ തൈകളുണ്ട്. 250 രൂപയുടെ ചെടി. ജബോട്ടിക്കാട അവിടെ ആ ഭാഗത്ത് ഈ ചെടി. അതെ അതെ, ചെറുത്. ഇത് റെഡ് ഹൈബ്രിഡ് സ്കാർലറ്റ് ഉണ്ട് കേട്ടോ. അതെ, രണ്ടും ഉണ്ട്. ഇത് പിന്നെ കുറച്ചുകൂടെ വലിപ്പുള്ള തൈകളാണ്. 250 കഴിഞ്ഞാൽ പിന്നെ 350 ഇങ്ങനെ മേലോട്ടുള്ള റേഞ്ചുകളുണ്ട്. ബുഷ് ഓറഞ്ച് മറ്റേ വെള്ളം കലക്കണ ഓറഞ്ച്. അതെ അതെ. ഓക്കെ ഓക്കെ. ഇത് കട്ട്നട്ടിന്റെ ചെറുതാണ്. നേരത്തെ കണ്ട കട്ട്നട്ടിന്റെ ചെറുത്. അതെ അതെ, നമ്മളവിടെ 2,500 കണ്ടത്. ഇത് അതിന്റെ ചെറുത്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് അമ്പഴം. അമ്പഴമൊക്കെ നന്നായിട്ട് കാഴ്ച നിൽക്കുകയാണ്. ഇത് സ്ട്രോബെറി പേരല്ലേ? സ്ട്രോബെറി പേര നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ റെഡാണ്. എങ്ങനെ ബഞ്ചായിട്ട് നന്നായിട്ട് കായ്ക്കുന്നു. റെഡ് കുറച്ച് പാട കായ്ക്കും. ശരിക്കും യെല്ലോ ആണ് എല്ലായിടത്തും കായ്ച്ചത്. റെഡ് കുറച്ച് സമയം എടുക്കുന്നതാണ്. പക്ഷെ കാഴ്ച തുടങ്ങി അങ്ങ് കാഴ്ച പോയിക്കോളും. പിന്നെ ഇതൊക്കെ ഓറഞ്ച്, നാരകം. ഇത് സീഡ്ലെസ് ലെമൺ അല്ലേ? അതെ, സീഡ്ലെസ് ലെമണാണ്. കുരുവില്ല ചെറുനാരങ്ങ. ഇതിൻ്റെ ഒരു വലിയ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഉണ്ട്. വലിയ വീട്ടിലേക്കൊക്കെ വലിയ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഇത് ബ്ലാക്ക് നാവൽ. സപ്പോർട്ട്. ഇത് ബനാന സപ്പോർട്ട് അല്ല. ഇത് എനിക്ക് തോന്നുന്നു കാലാപ്പാടി അങ്ങനെ തോന്നുന്നു. റൗണ്ടാണ് അത്. ഇത് തായ് ജംബോ. തായ് ജംബോ അല്ലേ? തായ് ജംബോ നല്ല വലിപ്പം വരുന്ന, ഉള്ളിൽ നല്ല റെഡ് കളറുള്ള കായാണ്. പിന്നെ ഇത് കൊടംപുളി. ക്രാഫ്റ്റ് ചെയ്തേക്കുന്ന
തൈകളാണ്. ഇതും അതെ. ഇതൊക്കെ അടുത്ത കൊല്ലം കായ്ക്കുന്നോണോ അല്ലേ? അതെ അതെ, അടുത്ത കൊല്ലം കായ്ക്കും. ഇത് ബൾക്ക് ഉണ്ട് കേട്ടോ, ബൾക്ക് ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ഉണ്ട്, നഴ്സറിക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഈ ജബോട്ടിക്കാബ, റെഡ് ഹൈബ്രിഡ്, എസ്കാർലറ്റും അതിൻ്റെ വലിയ തൈകൾ ചട്ടികളിൽ ഇത് ഓൾറെഡി കായ്ച്ച ചെടികളാണ് കേട്ടോ. ഇതൊക്കെ എന്ത് വിലയുണ്ട്? ഈ വലുത് 2000 രൂപ അല്ലേ? ആ, നമുക്കിത് 2000 രൂപ വിലയുള്ള ചെടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നഴ്സറി. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ, ഒരു 1-2 ഏക്കർ ഉണ്ടല്ലോ അവിടെ. അതെ, രണ്ടാമത്തെ ഒരു ഫ്ലോട്ടാണ്. നമുക്ക് ഇത് വേണ്ട ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. ഇത് നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ആ ശരി ശരി. അപ്പോൾ ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ലോങ്കൺ ചെടികൾ, ലോഗൻ ഏകദേശം ഒരു 10 വെറൈറ്റി ഉണ്ട്. 10 വെറൈറ്റി ഉണ്ട്. അതിൻ്റെ മിക്കവാറും എല്ലാ സൈസിൻ്റെ നമ്മൾ ഈ പ്രൊഡക്ഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ റെഡിയാക്കിയാണ് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഒരു നോർമൽ റേറ്റ് ഒക്കെ എത്ര ഉണ്ട്? ഇത് നമുക്ക് റേറ്റ് നമുക്ക് ഒരു 150 രൂപ വെച്ച് തൊട്ടുള്ള പല ചെടികളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇത് ജബോട്ടിക്കാബ, അതിൻ്റെ ഇതൊക്കെ ഓൺ പ്രൊഡക്ഷൻ ആണ്. നഴ്സറിക്കാർക്കുള്ള ബൾക്ക് ഓർഡർ ഉണ്ട്. അതെ അതെ അതെ. പിന്നെ നമ്മുടെ പിന്നെ വിയറ്റ്നാം എർലിയുടെ ഏറ്റവും ചെറുത് നമുക്ക് 60 രൂപ റേഞ്ചിൽ നമ്മളിവിടെ കൊടുക്കുന്ന ചെടിയാണ്. പിന്നെ ഇതൊക്കെ ജബോട്ടിക്കയുണ്ട്. ഇത് ലോങ്ങൻ. പിന്നെ ഇത് ഇൻഡർസിമംഗളല്ലേ? ഇത് നമുക്ക് ഈ കവുങ്ങ് ഇൻഡർസിമംഗളാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം പോലെ വെറൈറ്റി ഉണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇത് ആവശ്യം പോലെ. റീറ്റെയിൽ എത്രയുണ്ട് പൈസ? ഇത് നമ്മൾ 35 രൂപ റേറ്റില്ല നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മുടെ ജബോട്ടിക്കാബ മരമുന്തിരിയുടെ ഒരു ഗംഭീര കളക്ഷൻ, നല്ലൊരു കളക്ഷൻ. ഇത് എസ്കാർലറ്റും റെഡ് ഹൈബ്രിഡ്. അതെ അതെ. ഈ രണ്ട് പല വലിപ്പത്തിലുള്ള പല വിലയിലുള്ള ഉണ്ട്. നഴ്സറിക്കാർക്കാണെങ്കിൽ ഹോൾസെയിൽ ആണെങ്കിൽ പിന്നെ കുറയും അല്ലേ? അപ്പോൾ ഇതിൻ്റെ വലിയ ചെടികളൊക്കെ അതെ 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 ജബോട്ടിക്ക. ജബോട്ടിക്കയുടെ നല്ലൊരു 10,000 പീസ് ഉണ്ട് ഇവിടെ. 10,000-ന് മേലുണ്ട് സാറേ. ഇതൊക്കെ ലോങ്ങനാണ് ആയിരിക്കണം. അതെല്ലാം ലോങ്ങനാണ്. പിങ് പോങ്, വൈറ്റ് ലോങ്ങൻ, ഡയമണ്ട് റിവർ എല്ലാ സാധനവും ഉണ്ട്. ഇവിടെ ഉണ്ടല്ലേ കുറച്ച് മാവിൻ്റെ ഉണ്ട്. ഇത് കാറ്റിമുൺ മാവാണ്. ദാണ്ടെ ഇവിടെ തൊട്ടേ ഉണ്ട്. ഇത് കാട്ടിമുൺ അല്ലേ? അതെ. അപ്പോൾ ചെറുത് വലുത് എല്ലാം ഉണ്ട്. മാവിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ റംബൂട്ടാൻ്റെ ഉണ്ട്. ഇത് വലിയ റംബൂട്ടാനാണ്. 2 ആൽപ്പക്കമുള്ള റംബൂട്ടാനാണ് ഇരിക്കുന്നത്. ഇതൊക്കെ റംബൂട്ടാൻ. പിന്നെ മാവ് കണ്ട കാറ്റിമൂൺ. പിന്നെ ഇത് റെഡ് റൂബി ലോങ്ങിന്റെ വലിയ തൈ കേട്ടോ. അതെ, മദർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് മദർ പ്ലാന്റ് ആണ്. പിന്നെ ഇതുണ്ടോ, ഇത് മൊത്തം മാവുകൾ. ഇതിൽ ഏകദേശം ഒരു 10-60 വെറൈറ്റീസ് ഉണ്ട്. 60ഓളം വെറൈറ്റീസ് മാവ് ആ ഭാഗത്തും ഇരിപ്പുണ്ട് ധാരാളമായിട്ട്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് എത്രയാണ്? 60-100 ഉള്ളൂ തോന്നുന്നു അല്ലേ? ചെറിയ വിലയുള്ളുണ്ട്. നമുക്ക് 100 രൂപ മുതലുള്ള മാവുകൾ 100 രൂപ വിലയുള്ള തൊട്ടുണ്ട്, പല ഇനത്തിൽപ്പെട്ടത്. ഇത് ഫുള്ള് ലോങ്ങൻ്റെ കേട്ടോ. ഇത് ലോങ്ങൺ. പിന്നെ പ്ലാവ്, ഇടയ്ക്ക് പ്ലാവ് ഇരിപ്പുണ്ട്. അത് തണലിന് വേണ്ടി നമ്മളിങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെയുണ്ട് മാവ്. പിന്നെ നമ്മുടെ ലോങ്ങൺ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പേരയുണ്ട്. തായ്വാൻ പിങ്ക് അല്ലേ? തായ്വാൻ പിങ്ക് ബൾക്കായിട്ട് ചെയ്യണ്ടല്ലോ അല്ലേ അവിടെ? ഉണ്ട്. ഇതൊക്കെ തായ്വാൻ പിങ്ക്. പിന്നെ ഇതൊക്കെ സീഡ്ലിങ്സ് ആണല്ലേ? ഇതൊക്കെ നമ്മൾ ബഡ് ചെയ്യാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് ഫുള്ള് മാവിൻ്റെ ഏരിയ. ഇനി ഇത് കാണിച്ചുതരാം. തായ്വാൻ പിങ്കിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതുണ്ട്, ഏകദേശം ഒരു 10,000 ചെടികളുണ്ട് അല്ലേ? അതെ, നഴ്സറിക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു. ഇതെങ്ങനെ റേറ്റ് പറഞ്ഞത്? ഇത് നമ്മൾ 100 രൂപയാണ്. ശരി. നമ്മൾ റീറ്റെയിലിന് ഇവിടെ 100 രൂപയാണ് കൊടുക്കുന്നത്. ഹോൾസെയിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ കഴിയും. ഓക്കെ. ഇതുണ്ടോ, ഏകദേശം ഇതുമൊക്കെ പൂക്കളും ഇത് പെട്ടെന്ന് കായ്ക്കും കേട്ടോ. നല്ല പേരാണുള്ളത്. അതെ അതെ, നല്ല പേരാണ്. നല്ല വലിപ്പവും വരുന്ന പേരൊക്കെയാണത്. ഇത് ഇവിടെയൊക്കെ പലതും പൂക്കളൊക്കെ കണ്ടായിരുന്നു. അതെ പൂട്ടായിരുന്നു. ഇനി ഈ ഒരു സെക്ഷൻ മൊത്തം ജബോട്ടിക്കാബയും അതുപോലെ ലോങ്ങനും ആയിരിക്കണം. മുഴുവൻ ലോങ്ങൻ കേട്ടോ. 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് നനച്ചു കൊടുക്കണം. ഇത് മൊത്തം എത്ര ഏക്കർ ഉണ്ട് ഈ സ്ഥലം? നമുക്ക് ഈ ഫ്ലോട്ട് മാത്രം 1.5 ഏക്കറോളം ഉണ്ട്. ശരി. ഇതൊക്കെ ഈ ബഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ലോങ്ങനാണ്. നിങ്ങൾ ലോങ്ങൻ ഓൺ പ്രൊഡക്ഷൻ ആണ്? അതെ, ഓൺ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ. മാവിൻ്റെ ഒരു വലിയ മിയാസാക്കി. പിന്നെ കാറ്റിമൺ. ബ്ലാക്ക് കസ്തൂരിയാണ്. ഇത് ഏതാ? ബനാന സപ്പോർട്ടാണ്. ഇതെന്ത് വിലയുണ്ട്? ഈ ബനാന സപ്പോർട്ട് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഒരു 150 തൊട്ട് മേലോട്ടുള്ളതുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പിങ് പോങ് ആണെന്ന് തോന്നുന്നു. അതെ.
ഇതൊക്കെ ഇതുണ്ട് വലിയ തൈകൾ ഇത് നമ്മൾ കവർ മാറ്റിയിട്ടേ നമ്മൾ വളർന്ന അനുസരിച്ച് കവർ മാറ്റി വെക്കാൻ നമ്മൾ ഇവിടെയൊക്കെ മാവിൻ്റെ മാവുണ്ട് താണ്ട പേരയുടെ ഒരു വലിയ പേരയുടെ ഉണ്ടല്ലോ അവിടെ പേരയുടെ ഒരു വലിയ കസ്തൂരി ഉണ്ട് ഇതിൽ ജാർവി റെഡൊക്കെ ഉണ്ടല്ലോ ജാർവിരഡ് ഉണ്ട് ഓക്കെ ഓക്കെ ഓ അപ്പോൾ അത് കണ്ടത് ഒന്നിച്ച് ഞാൻ കാണിച്ചത് ഇത്രയും സ്ഥലത്ത് മൊത്തം ചെടികളാണ്. അപ്പോൾ ഒരു നഴ്സറിക്കാരൊക്കെ വരികയാണെങ്കിൽ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാം. ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. പിന്നെ ഡെലിവറി സൗകര്യം നമ്മൾ 4 ജില്ലകളിൽ കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കൊടുക്കും. നേരിട്ട് വരുന്നവർക്ക് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു. കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും ഒരു 6 കിലോമീറ്റർ കിഴക്ക് മാലുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രമുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് പ്ലാവിള ജംഗ്ഷനിലാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.